ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യം. ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാവും? ഈശോ ധനികനായ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ എന്നും ഉറപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ ഈ ഭൂമിയിൽ എനിക്ക് വിശുദ്ധമായിട്ട് ജീവിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് ഈ ഒരൊറ്റ വചനം ജീവിതത്തിൽ എന്നും ഓർത്താൽ മതി. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മരണത്തെക്കുറിച്ച്. നമ്മളൊന്ന് ചിന്തിക്കുക. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പാപത്തിലൂടെ കടന്നു പോകാൻ പറ്റില്ല. ഇന്ന് ഈ ഒരു നിമിഷം ഞാൻ മരിക്കും എന്ന് ചിന്തിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ഈ ലോകത്തിൻ്റെ പിന്നാലെയോ ലോക സുഖങ്ങളുടെ പിന്നാലെയോ ഓടുവാനായിട്ട് എത്രയേറെ സുഖ സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ നമുക്ക് ആ സുഖങ്ങൾ, ആ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നാളെ 10 മണിക്ക് നമ്മൾ മരിക്കുമെന്നറിഞ്ഞാൽ എങ്ങനെയെങ്കിലും സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്നേഹമുള്ളവർ, ഈ ഒരു ചിന്ത ഉണ്ടാകും, മരണത്തെക്കുറിച്ചുള്ള ചിന്ത. നമ്മുടെയൊക്കെ ഈ ലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഏതൊരു നിമിഷം വേണമെങ്കിലും എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിക്കാം. ഈ ഒരു ബോധ്യം മനസ്സിൽ ഉറപ്പിക്കണം. എൻ്റെ ദൈവം ഈ ഒരു നിമിഷം എന്നെ തിരിച്ചു വിളിച്ചാൽ എൻ്റെ അവസ്ഥ എന്താ? ഞാൻ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനായിട്ടുള്ള യോഗ്യതയുണ്ട്, അതോ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? സ്നേഹമുള്ളവർ, അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, ആ ഭോഷനായ ധനികനോട് പറയും, ഭോഷ, നീ ഇഷ്ടം പോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അവനെന്താ പറയുന്നത്? അവൻ്റെ ആത്മാവിനോട് നീ അനേക വർഷത്തേക്കുള്ള സമ്പാദിച്ചുകൊണ്ട് തിന്നു കുടിച്ച് ആഹ്ലാദിക്കാനായിട്ട് പറയുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കാനായിട്ട് അവനോട് തന്നെ പറയുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, മോനെ, ഈ രാത്രിയിൽ നിന്നെ ഞാൻ തിരിച്ചു വിളിച്ചാൽ എന്തിനാണ് ഈ സമ്പാദിച്ചു വെച്ചേക്കുന്നത്? നിന്റെ ജീവിതം അത്രയേറെ ക്ഷണികമാണ്. സ്നേഹമുള്ളവർ, ഈ ഭൂമിയിൽ നമ്മൾ സമ്പാദിച്ചു വെക്കുമ്പോൾ ഒന്ന് ഓർത്തോണം, എപ്പോൾ വേണമെങ്കിലും എൻ്റെ ദൈവം എന്നെ വിളിക്കാം. ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റൊരുവനെ വേദനിപ്പിക്കത്തില്ല, മറ്റൊരുവനെ ദ്രോഹിക്കത്തില്ല. ജീവിതത്തിൽ പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നത് മരിച്ച് എപ്പോഴും നമ്മൾ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഈശോ നമ്മളോടും പറയുന്നത്, നീ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു വചനം നീ ഓർക്കണം. നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ് എന്ന് ചിന്തിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ ദൈവം എന്നെ വിളിക്കാം. അതുകൊണ്ട് ഈ നിമിഷം എൻ്റെ ദൈവം എന്നെ വിളിച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാനായിട്ടുള്ള യോഗ്യതയുണ്ട്. അതോ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ അതിൽ നിന്ന് കയറേറുവാനായിട്ട്, വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട്, ഏത് നിമിഷവും ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാൻ തക്ക വിധം ഒരുക്കത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.